ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലേ. അപ്പം നമുക്ക് ഇന്നൊരു തലമുറകൾ മാറിക്കിട്ടിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത്. ഇപ്പോൾ കറി വെക്കാനായിട്ട് നമുക്ക് കുറച്ച് പുളിശ്ശേരി മാങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇതൊക്കെ എടുത്ത് മാറ്റിവെക്കാം. അപ്പോൾ ഇനി ഒരു ചട്ടി ചൂടായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കടുകും ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഈ ചെയ്യുമ്പോൾ നെയ്യിൽ തന്നെ വാട്ടിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഉള്ളിയൊക്കെ വാട്ടി മാറ്റിയതിലേക്ക് നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചൂടാക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒഴിച്ചാലും മതി കേട്ടോ. ഇത് അടുത്തതായിട്ട് അരപ്പിൻ്റെ കൂട്ട് റെഡിയാക്കാനായിട്ട് 2 ചെറിയ മുറി തേങ്ങ, വെളുത്തുള്ളി, തിരുജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി അരച്ച് മാറ്റി വയ്ക്കാം. താളിക്കാനെടുത്ത് അതേ സെയിം ചട്ടി തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും മാമ്പഴവും പച്ചമുളകും കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് നല്ലോണം ലൂസായിട്ടായിരിക്കും, ചിലവർക്ക് ഇത്തിരി കട്ടിയിലായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അവസാനം അതിലേക്ക് നല്ല തളയൊക്കെ വന്നതിന് ശേഷം നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാമ്പഴപ്പുളിശ്ശേരി നല്ലൊരു മൺകലത്തിലേക്ക് പകർത്തി വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടണതായിരിക്കും നല്ല ടേസ്റ്റ് കൂടുതലിന് ചാൻസ്. അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിരുന്നതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനം നമുക്ക് ചെറിയൊരു പൊടിക്കായം കൂടിയുണ്ട്. അപ്പം മധുരം പോരാണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുത്താക്കണത്. പണ്ടുള്ള കാർന്നമ്മര കറി എന്ന് പറയുമ്പോൾ തന്നെ നല്ല നാവിൽ രുചി കയറും അല്ലേ. നല്ല ടേസ്റ്റി കറികളായിരിക്കും. തലമുറകൾ മാറിക്കിട്ടി ഈ ഒരു റെസിപ്പി നിങ്ങളും ഇനി മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.